സോ മൂവിങ് ഓൺ ദ 30th ലെക്ചർ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. സോ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റിസർച്ച് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഫീൽഡ് ലെവലിൽ നമുക്ക് റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ടാക്കണം. ഓക്കെ, അതായത് ഏത് രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പം പാത്തോളജിയാണ് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് പാത്തോളജിയിലൊക്കെ ചില എക്സ്പെരിമെൻറ്റ്സ് ചെയ്യിക്കാൻ നേരത്ത് പറയാറുണ്ടാക്കും R1, R2, R3 വേണം, അല്ലേ, റെപ്ലിക്കാസ് വേണം എന്നൊക്കെ പറയാറുണ്ട്. സോ ഇതൊക്കെ ഈ പറയുന്ന ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ 3 ഡിസൈൻസാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. 3 അല്ല, അതിൽ കൂടുതലുണ്ട്. മൾട്ടി ഫാക്ടോറിയലും സ്പ്ലിറ്റ് ഫാക്ടോറിയലും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ പിന്നെ തലതിരിഞ്ഞ് വരാറുണ്ട്. പക്ഷേ നമുക്ക് 3 എണ്ണമാണ് മെയിൻലി പഠിക്കാനുള്ളത്. അതിൽ തന്നെ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വൺ ഇസ് CRD എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ റാൻഡം സാമ്പിളിങ് ചെയ്യുന്ന പോലെ തന്നെ ഒരു റാൻഡം ഡിസൈനിങ് ആണ്. രണ്ടാമത്തത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കായിട്ട് നമ്മൾ റാൻഡമൈസ് ചെയ്യും. പിന്നുള്ളതാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ എലമെൻ്ററി ഐഡിയ ഓഫ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്നാണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ വി വിൽ ലുക്ക് ഫോർ ദ അനാലിസിസ് പാർട്ട് ഓൾസോ. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ അനാലിസിസ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 മാർക്സിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം LSD ചോദിച്ചത്. അത് ആക്ച്വലി ഒരു 10-20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 2 മാർക്സിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത് സെയിം ക്വസ്റ്റ്യൻ. ആൻഡ് ലൈക്ക് കുറച്ച് അപ്ലൈഡ് കൺസെപ്റ്റ് തന്നിട്ട് ചെയ്യാനായിരുന്നു ചോദിച്ചിരുന്നത്. ആൻഡ് അതിന് മുമ്പത്തെ വട്ടം 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു LSD. സോ CRDയും RBDയും ചോദിക്കാതെ LSD കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് 2 ക്വസ്റ്റ്യനും ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്നായിരുന്നു ആ ഒരു പേപ്പറിലുണ്ടായിരുന്നത്. സോ LSD ഈസ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ അനാലിസിസ് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വി വിൽ കവർ all these 3 designs as well as design of experiments-ൻ്റെ പ്രിൻസിപ്പിൾസ്. സോ ഈ പ്രിൻസിപ്പിൾസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐദർ വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓർ ഓൾ ഓഫ് ദ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് ലാസ്റ്റ് സ്ലൈഡ് വരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. സോ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ക്യാരിഡ് ഔട്ട് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. നമ്മൾ ലാബിലെ എക്സ്പെരിമെൻറ്റ്സ് നോക്കിയാൽ മതി. നമ്മളൊരു ലബോറട്ടറി കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലാബിനകത്തായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ലാബിനകത്തായിരിക്കാം ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ആ ലാബിനകത്ത് ചെയ്യുന്നത് ഒരു കൺട്രോൾഡ് കണ്ടീഷനാണ്. ആ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്തെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു എഫക്റ്റ് കൊണ്ടുവരാനോ ഒക്കെ സാധിക്കും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി കൺസെപ്റ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ്. ഓക്കെ, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫിനോമിനയിൽ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലേ. സോ ഫോർ എക്സാമ്പിൾ റെയിൻഫോൾ ഈസ് അഫക്റ്റഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ക്ലൗഡ് കവർ ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതിനും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ ഫാക്ടേഴ്സുകൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ മെയിൻലി ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ ഡിസൈനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് എ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ നമ്മളൊരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 4 കൺസെപ്റ്റാണ്. വൺ ഇസ് ദ വാലിഡേഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് ഇസ് ദ റിലയബിലിറ്റി, എത്രത്തോളം നമുക്കത് ട്രസ്റ്റ് വർത്തിയാണ്, റെപ്ലിക്കബിലിറ്റി, എത്ര റെപ്ലിക്കാസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആൻഡ് ഒപ്റ്റിമൽ കണ്ടീഷൻസിൽ എങ്ങനെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിൽ കൂടെ ഫോക്കസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സപ്പോസ് ഇഫ് യു വാണ്ട് ടു നോ വിച്ച് ഓഫ് ദ 3 ഓർഗാനിക് മാനുവേഴ്സ്, പൗൾട്രി മാനുവർ, കൗ ഡങ് ഓർ കോയർ പിറ്റ് കമ്പോസ്റ്റ് ഈസ് ഗെറ്റിംഗ് ഗുഡ് ഫോർ ഹൈ ഈൽഡ്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. സോ എക്സ്പെരിമെൻറ്റിനായിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ 3 പോട്ടഡ് പ്ലാന്റ്സ് എടുത്തു. 3 പോട്ടഡ് പ്ലാന്റ്സിനകത്ത് 3 ഡിഫറെൻറ്റ് ഓർഗാനിക് മാനുവേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ് നമുക്ക് ഈൽഡ് ഇങ്ങനെയാണ് കിട്ടിയത്. ഫസ്റ്റ് പൗൾട്രി മാനുവറിൽ നിന്ന് എടുത്തപ്പോൾ 5 kg, കൗഡങ് കൊടുത്തപ്പോൾ 4 kg, ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോയർ പിറ്റ് കമ്പോസ്റ്റ് വി ആർ ഗെറ്റിംഗ് 3 kg. ഇതായിരുന്നു നമുക്ക് കിട്ടിയ റിസൾട്ട്സ്. ഓക്കെ, so based on this result can we say that the poultry manure is best? Okay, അപ്പോൾ ഒരു റിസൾട്ട് വെച്ചിട്ട് ഒരു ഫാർമർ പറയുകയാണ് പൗൾട്രി മാനുവർ ഈസ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല.
ഫോർ എക്സാമ്പിൾ വേറൊരു ഫാർമർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കൗഡങ്കിലായിരിക്കും ബെറ്റർ ഈൽഡ് കിട്ടുന്നത്. വേറൊരാൾ പറയുന്നത് എനിക്കിതിലൊന്നും അല്ല ഫെർട്ടിലൈസേഴ്സിലാണ് ഈൽഡ് കിട്ടുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ പറയുകയാണ് ഇത് മൂന്നിലും എനിക്ക് ഏറെക്കുറെ സെയിം ഈൽഡാണ് കിട്ടുന്നത്. ഇങ്ങനെ പല പല റെസ്പോൺസസ് നമുക്ക് വരാം. സോ നമുക്ക് എന്താണ് ചിലപ്പോൾ കണ്ടീഷൻസിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് നമ്മളെല്ലാ കണ്ടീഷൻസും സെയിമായിട്ട് വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കോളേജിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോളേജിൽ തന്നെ ബ്ലോക്ക് 1 ഉണ്ട്, ബ്ലോക്ക് 2 ഉണ്ട്. ബ്ലോക്ക് 1ലും ബ്ലോക്ക് 2ലും നമ്മൾ സെയിം എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്, സെയിം എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ആണുള്ളത്, സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈൽഡ് 2 പ്ലാന്റ്സിൻ്റെ മെഷർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ 1.5 ടൺസ് ആണ് കിട്ടുന്നതെങ്കിൽ മറ്റവിടെ 1.47 ടൺസ് ആയിരിക്കും. സോ എല്ലാ ഇൻപുട്സും സെയിം ആക്കി കഴിഞ്ഞാലും ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ബേസിക്കലി കോൾഡ് ആസ് ദ എറർ. എക്സ്പെരിമെൻ്റൽ എറർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഈവൻ നമ്മൾ സയാമീസ് ട്വിൻസ് എടുത്താൽ പോലും അതിനകത്തും അതിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ 99.99% സെയിം ആണെങ്കിലും ദർ ഇസ് എ 0.01% എറർ. സോ ഇതൊക്കെ എക്സ്ട്രേനിയസ് എറേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എക്സ്ട്രേനിയസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസസ് നമുക്കറിയത്തില്ല. ഒരു സ്പെസിഫിക് കോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കോസ് ഇല്ലാതെ വരുന്നൊരു എറർ കാരണം നമുക്ക് 2 ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ പ്ലോട്ട്സുകൾ തമ്മിൽ വ്യത്യാസം വരാം. ഓക്കെ, സോ ഈ സ്കോപ്പ് ഓഫ് എറർ നമ്മൾ എടുക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, സോ ബേസിക്കലി അതിനാണ് നമ്മൾ ഈ പറയുന്ന ഡിസൈൻ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ നോക്കുന്നത്. സോ മെയിൻലി നമ്മുടെ DOE ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ്, കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ എറർ. Second, it gives a structured approach to the experiment. Third, it reduces the cost of experiment. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോസ്റ്റ് വളരെയധികം കൂടും. സോ നമ്മൾ റിസർച്ചിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഓരോ റിസർച്ച് വർക്ക് എടുക്കുമ്പോഴത്തേക്കും ദർ ഇസ് എ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടി ചെയ്യുന്നുണ്ടാവും. സോ ഫണ്ട് കിട്ടി ചെയ്യുന്ന ഇപ്പോൾ CSR ഫണ്ടിലൊക്കെയാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിലാണെങ്കിൽ ദർ ഇസ് എ ഫിക്സഡ് എമൗണ്ട്. ഇപ്പോൾ 50,000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിസർച്ചിന് കിട്ടുന്നത്. ബട്ട് അതിൻ്റെ ആക്സസറീസ് അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 30,000 35,000 ആവും. ഓക്കെ, സോ ബേസിക്കലി ലൈക്ക് ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ 50,000 മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, സോ അങ്ങനത്തെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് എപ്പോഴും മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ നെക്സ്റ്റ് തിങ് ഇസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. കാരണം എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് ട്രൂത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇഫ് യു കമ്പയർ 2 kinds ഓഫ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ മോസ്റ്റ് പീപ്പിൾ ബിലീവ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. കാരണം നമ്പേഴ്സ് സ്പീക്സ് എ ലോട്ട്. ഓക്കെ, ഒരു വലിയൊരു കേസ് സ്റ്റഡി പഠിച്ചിട്ട് ഈ കേസ് സ്റ്റഡി വെച്ചിട്ട് ഞാനിങ്ങനെ പറയുവാണ് ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വലുതായിട്ട് വിശ്വസിക്കത്തില്ല. ഓക്കെ, ബട്ട് ഇഫ് വി ആർ സേയിങ് ദാറ്റ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ സ്മോക്കേഴ്സ് ഇൻ ദ കൺട്രി ബൈ 20% എന്ന് പറയുവാണെങ്കിൽ ആ ഒരു 20% എന്ന് പറഞ്ഞൊരു ഒറ്റ നമ്പറിന് മാത്രം ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ എവ്രിവെയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കൺസിഡർഡ് ആസ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മൾ പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പല സ്റ്റേറ്റുകളും നമ്പേഴ്സ് കുറച്ച് പറയുന്നതും ചില സ്റ്റേറ്റുകൾ നമ്പേഴ്സ് കൂട്ടി പറയുന്നതും അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഓഫൺ മിസ്ഇൻറ്റർപ്രറ്റഡ്, ബട്ട് ഇൻ ദ സയൻറ്റിഫിക് വേൾഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ട്രൂത്ത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിന് ഇത്രയും ഫോക്കസ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് മസ്റ്റ് അലൗ ടു അക്കോമഡേറ്റ് സം ചേഞ്ചസ്, റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ആസ് വെൽ ആസ് അക്കൗണ്ടബിലിറ്റി കൂട്ടാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ട്രൂത്ത് കുറച്ചുകൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടുവരുന്നത്. സോ ഒരു ഗുഡ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴും അൺബയാസ്ഡ് ആയിരിക്കണം, എല്ലാ റാൻഡമൈസേഷനും പ്രോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് എനേബിൾ ദ എക്സ്പെരിമെൻറ്റൽ ടു ഡിറ്റക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രേനിയസ് എറേഴ്സിൻ്റെയൊക്കെ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ ഇറ്റ് മസ്റ്റ് ഗിവ് എ പ്ലാൻ ഫോർ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് റിസൾട്ടുകൾ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് കൺക്ലൂഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, ആ കൺക്ലൂഷൻസിൻ്റെ വാലിഡിറ്റി കൂടുതലായിരിക്കണം. റിസോഴ്സസ് കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ആസ് സിമ്പിൾ ആസ് പോസിബിൾ. നൗ കമ്മിങ് ടു സം ബേസിക് ടെർമിനോളജീസ്. വൺ ഇസ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്ന ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുന്ന മെത്തേഡുകളെയോ അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുന്ന പ്രോസസ്സുകളെയോ ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ സപ്പോസ് യു ആർ ടെസ്റ്റിംഗ് ദി വാലിഡിറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, നമുക്ക് മാനുവേഴ്സും ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ദിസ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ ഈസ് ഗോയിങ് ടു ബി ദ ട്രീറ്റ്മെൻറ്റ്. സപ്പോസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ്
ത്രീ ഡിഫറെൻറ്റ് പെസ്റ്റിസൈഡ്സ് ഓൺ കൺട്രോളിങ് എ പെർട്ടിക്കുലർ പെസ്റ്റ്. അപ്പോൾ ആ പെസ്റ്റിസൈഡ് P1, P2, P3 ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ വി ആർ ചെക്കിംഗ് ദി എഫിഷ്യൻസി ഓഫ് ത്രീ ഡിഫറെൻറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ഓൺ എ പെർട്ടിക്കുലർ ഡിസീസ്. അപ്പോൾ ആ മെഡിസിനൽ പ്ലാന്റ്സ് M1, M2, M3 അതാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെ വെച്ചിട്ടാണോ കമ്പാരിസൺ നടത്തുന്നത്, എന്തിൻ്റെ കമ്പാരിസനാണോ നിങ്ങൾ നടത്തുന്നത്, ദാറ്റ് ഈസ് കോൾഡ് എസ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ ബേസിക്കലി ലൈക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു റിസർച്ച് പ്രപ്പോസൽ ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് വാലിഡ് റിസർച്ച് ബട്ട് പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ദാറ്റ് വാസ് മെയിൻലി റിലേറ്റഡ് ടു ഇക്കോളജി. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തൊരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് വൾച്ചേഴ്സിൻ്റെ പോപ്പുലേഷൻ. ഓക്കെ, സോ വയനാട്ടിൽ ഇപ്പോൾ വൾച്ചേഴ്സ് 3 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് ഉണ്ട്. സോ ഈ 3 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് 3 ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക് കണ്ടാമിനേഷനകത്ത് ഇവരുടെ ഫീക്കൻഡിറ്റി റേറ്റ് അഫക്റ്റഡ് ആവുന്നുണ്ടോ, ഫീക്കൻഡിറ്റി റേറ്റിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്ന ഒരു റിസർച്ചാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. സോ ബേസിക്കലി അവിടെ നമ്മൾ 2 രീതിയിൽ കമ്പാരിസൺസ് നടത്തുന്നുണ്ട്. വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾച്ചേഴ്സിൻ്റെ സ്പീഷീസ് തമ്മിലൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. രണ്ടാമത്തത് മൈക്രോപ്ലാസ്റ്റിക് ലെവൽസ് ഇൻ സോയിൽ, അതിൻ്റെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. സോ മൈക്രോപ്ലാസ്റ്റിക് ലെവൽസ് ഇൻ സോയിൽ തന്നെ നമുക്ക് പല ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അതിനകത്ത് വേറെ വരും. സോ ഇറ്റ് ഈസ് നോട്ട് എ ഈസി എക്സ്പെരിമെൻറ്റ്, ഒരു സ്പ്ലിറ്റ് ഫാക്ടർ എക്സ്പെരിമെൻറ്റിലോട്ടൊക്കെ പോകും. ബട്ട് ഇൻ ജനറൽ ഇഫ് യു ആർ കീപ്പിംഗ് ദ മൈക്രോപ്ലാസ്റ്റിക് ലെവൽ ആസ് കോൺസ്റ്റൻറ്റ്, ബാക്കി നിങ്ങൾ വൾച്ചേഴ്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ ദർ ആർ 3 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ്. സോ ദേ ബിക്കം ദ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ആൻഡ് ഇഫ് യു ആർ കമ്പയറിംഗ് 3 ഡിഫറെൻറ്റ് വീഡ്സ് ആൻഡ് വിച്ച് വീഡ് ഇസ് ബെറ്റർ ഇറാഡിക്കേറ്റഡ് ബൈ യൂസിങ് ബയോ കൺട്രോൾ, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ these are the different examples for treatments, different kinds of fertilizer, different irrigation methods, different types of fungicides, different types of drugs, varieties of crops, different pesticides, grazing systems for animals, different tree species in agroforestry, different concentration of solute in chemical experiments. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് എടുക്കാം. നൗ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം വെക്കാറുണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസ് ലൈൻ, ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ആണ് വിച്ച് ഇസ് യൂസ് ഫോർ ദ കമ്പാരിസൺ ഓഫ് അതർ ട്രീറ്റ്മെൻറ്റ്സ്. അതായത് നമുക്ക് ഇപ്പം ഒരു 3 പെസ്റ്റിസൈഡ്സിൻ്റെ കമ്പാരിസണാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളൊരു കൺട്രോളിലൂടെ വയ്ക്കും. സോ കൺട്രോൾ മീൻസ് ദാറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഇൻസെക്റ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് വിത്ത് ദ പെസ്റ്റിസൈഡ്. ഓക്കെ, അതായത് 0 ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ കൺട്രോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി എഫിഷ്യൻസി ഓഫ് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സിൻ്റെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റിനകത്ത് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇടത്തില്ല. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹൗ മച്ച് ദി അതേഴ്സ് ആർ പെർഫോമിങ്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്. ഇൻ ദ കേസ് ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്, ദീസ് ആർ സബ്ജക്ട്സ് ഓർ ഒബ്ജക്ട്സ് ഓൺ വിച്ച് ദ ട്രീറ്റ്മെൻറ്റ്സ് ആർ അപ്ലൈഡ്. ഓക്കെ, നമ്മൾ ഏതിനകത്താണ് ഈ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പ്ലോട്ട്സ് ഓഫ് ലാൻഡിലായിരിക്കാം. ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ നമ്മൾ പ്ലോട്ട്സിലായിരിക്കാം കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. എവിടെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു? ചിലപ്പോൾ അത് ലാബിലായിരിക്കാം, ചിലപ്പോൾ പെട്രി ഡിഷസിലാവാം, ചിലപ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിലാവും. ഇപ്പോൾ വാക്സിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആനിമൽസിലാവാം ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. സോ ഈ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ടേംസ് വിച്ച് യു ഹാവ് ടു റിമെമ്പർ ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. സോ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ 3 ഡിഫറെൻറ്റ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിലോട്ട് നോക്കാൻ പോകുന്നത്. So now we are moving on to lecture 31 to 36, which is the experimental designs, introduction to CRD, RBD and LSD. സോ അതിനു മുമ്പ് നമുക്ക് അനോവ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. മെയിൻലി വി ആർ ഫോക്കസിങ് ഓൺ ദ 1-way ക്ലാസിഫിക്കേഷൻ ഓഫ് അനോവ ആൻഡ് 2-way ക്ലാസിഫിക്കേഷൻ ഓഫ് അനോവ. നമ്മൾ 3-way അല്ലെങ്കിൽ N-wayയിലോട്ടൊന്നും നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബട്ട് വിൽ ജസ്റ്റ് ഗോ ത്രൂ 1-way ആൻഡ് 2-way അനോവ. സോ 1-way ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനോവയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു വി ആർ അനലൈസിങ് ദ വേരിയൻസ് ഓർ അനലൈസിങ് ദ വേരിയേഷൻസ്. സോ വെൻ വി ആർ അനലൈസിങ് ദ വേരിയേഷൻസ്, നമ്മൾ വേരിയേഷൻസിനെ പല കമ്പോണൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് ഇൻ 1-way അനോവ വി ആർ ക്ലാസിഫൈയിങ് ദ വേരിയേഷൻ ഇൻ ടു 2 components. One is the variation within the treatmentsലുണ്ടാവാവുന്ന വേരിയേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ വേരിയേഷൻ ഡ്യൂ ടു റാൻഡം കോസസ്. അതിനെയാണ് എറർ വെച്ചിട്ടുണ്ടാകുന്ന വേരിയേഷൻ, എക്സ്ട്രേനിയസ് എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 പ്ലോട്ടിൽ കൃഷി ചെയ്തു, എല്ലാ ഇൻപുട്സ് സെയിം ആണെങ്കിലും ഈൽഡിലുണ്ടാകുന്ന വ്യത്യാസം. സോ ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് എറർ. ഓക്കെ, സോ ഈ 2 പോസിബിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. So in the case of a 1-way classification of ANOVA, the mathematical model is given by yij. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ, y എന്ന് പറഞ്ഞൊരു വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനാണ്, പ്ലസ് ട്രീറ്റ്മെൻറ്റ് കാരണമുള്ള എഫക്റ്റ്, പ്ലസ് എറർ ഫാക്ടർ.
ഓക്കെ, സോ നമ്മളിങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. y ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ടി ഐ പ്ലസ് ഇ ഐ ജെ. ഓക്കെ, ഇ ഐ ജെ എന്ന് പറഞ്ഞതിൻ്റെ എറർ ഫാക്ടറാണ്. സോ നമ്മളൊരു വൺ വേ അനോവ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചില അസംഷൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് ഓൾ ഒബ്സർവേഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്, ദി ഡിഫറൻസ് എഫക്ട്സ് ആർ അഡിറ്റീവ് ഇൻ നേച്ചർ ആൻഡ് ദി എറർ ഈസ് ഇൻഡിപെൻഡൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി അതർ ഫാക്ടേഴ്സ് ആൻഡ് ആസ് വെൽ ആസ് ദേ ആർ ഫോളോയിങ് എ നോർമൽ വേരിയേഷൻ. ഓക്കെ, സോ നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വൺ വേ അനോവയുടെ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ദീസ് മീൻസ് ആർ ഈക്വൽ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആർ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് കീപ്പ് ചെയ്യുന്നത്. സോ വി ആർ ചെക്കിങ് അറ്റ് ദി എഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് ടേബിൾ എന്ന് പറയുന്നത്, എസ് ടി സ്ക്വയർ ബൈ ആർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് ഇ സ്ക്വയർ ബൈ ആർ മൈനസ് വൺ. സോ എസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കാരണമുള്ള വേരിയേഷൻ. ഓക്കെ, വേരിയൻസ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഡ്യൂ ടു എറർ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ആർ മൈനസ് വണ്ണും എസ് മൈനസ് വണ്ണും എടുക്കുന്നത്. സോ ദിസ് പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് ആസ് സ്നിഡോക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആർ മൈനസ് വൺ ആൻഡ് എസ് മൈനസ് വൺ. ഇങ്ങനെ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അനോവയിൽ പഠിച്ചിരുന്നു ടോട്ടൽ സം ഓഫ് സ്ക്വയർസ്, ടി എസ് എസ്. ടി എസ് എസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ എല്ലാ സാധനത്തിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്യും. അതായത് എസ് ടി സ്ക്വയർ പ്ലസ് എസ് സി സ്ക്വയർ. ഓക്കെ, അതായത് നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ മൈനസ് സി എഫ്, അതിനെയാണ് നമ്മൾ കറക്ഷൻ ഫാക്ടറാണ് നമ്മുടെ സി എഫ് എന്ന് പറയുന്നത്. സോ അത് ചെയ്യുന്നതാണ് ബേസിക്കലി നമ്മുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയർ. കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്, ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എസ്. ഓക്കെ, സോ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. സോ അതെടുക്കുന്നതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ടോട്ടൽ സം ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ഗെറ്റ് മോർ ഐഡിയ വെൻ വി ആർ ഡിസ്കസിങ് ദ ടേബിൾ. സോ തിയറി നമുക്ക് എപ്പോഴും അനോവയുടെ കുറച്ച് ബോറിംഗ് ആണ്, ബട്ട് ദിസ് ടേബിൾ ഇസ് വാട്ട് എക്സ്പ്ലെയിൻസ് എവറിതിങ്. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഇസ് ദ ടേബിൾ. സോ ടേബിൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സോഴ്സസ് മെൻഷൻ ചെയ്യണം. ഓക്കെ, so basically we have two sources of error. One is treatment and the other one is error. Okay, sources of variation is due to treatment and due to error. So നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സം ഓഫ് സ്ക്വയർസ് എടുക്കുന്നു ആൻഡ് എററിൻ്റെ സം ഓഫ് സ്ക്വയർസ് എടുക്കുന്നു. സോ എസ് ടി സ്ക്വയർ ആൻഡ് എസ് സി സ്ക്വയർ. ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആർ മൈനസ് വൺ ആണ്. നമ്മുടെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആർ എസ് മൈനസ് വൺ ആണ്. സോ ആർ എസ് മൈനസ് വണ്ണിൽ നിന്ന് നമ്മൾ ആർ മൈനസ് വൺ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആസ് ആർ ഇൻറ്റു എസ് മൈനസ് വൺ. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദ മീൻ സം ഓഫ് സ്ക്വയർസ്. മീൻ സം ഓഫ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സം ഓഫ് സ്ക്വയർസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുന്നു. സോ ദാറ്റ് ഈസ് എസ് ടി സ്ക്വയർ ബൈ ആർ മൈനസ് വൺ ആൻഡ് എസ് സി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എസ് മൈനസ് വൺ. ആൻഡ് ദെൻ വി ആർ ടേക്കിംഗ് ദ വേരിയൻസ് റേഷ്യോ. വേരിയൻസ് ഇസ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡ്യൂ ടു എറർ. സോ ഇവിടെ നമുക്ക് ഒറ്റ എഫ് മാത്രമേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് എസ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എസ് ഡ്യൂ ടു എറർ. ഓക്കെ, വേരിയൻസ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ആൻഡ് വേരിയൻസ് ഡ്യൂ ടു എറർ, അതിൻ്റെ എഫ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നൗ ഇൻ ദ കേസ് ഓഫ് ടു വേ ക്ലാസിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ അനോവ ടേബിളാണ്. ടു വേ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് രണ്ട് സോഴ്സസ് ഓഫ് എറർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഡ്യൂ ടു വെറൈറ്റി. ദറ്റ് മീൻസ് വി ആർ ചെക്കിങ് ദി പെർഫോമൻസ് ഓഫ് എ പെർട്ടിക്കുലർ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫംജിസൈഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫെർട്ടിലൈസേഴ്സ് ഓൺ 3 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എ ക്രോപ്പ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിലും വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എറേഴ്സ് നമ്മുടെ വെറൈറ്റിയിലും വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എറേഴ്സിലും വേരിയേഷൻ ഉണ്ട്. സോ ഈ 3 ഡിഫറെൻറ്റ് വേരിയേഷൻസ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സോ ദാറ്റ് ഈസ് വൈ വി ഹാവ് 3 സോഴ്സസ് ഓഫ് എറർ. ദെൻ വിൽ ടേക്ക് ദ സം ഓഫ് സ്ക്വയർ, ദെൻ വിൽ ടേക്ക് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പി മൈനസ് വൺ എന്ന് എഴുതി, ബിക്കോസ് ദർ ആർ പി ട്രീറ്റ്മെൻറ്റ്സ്. സോ ഇറ്റ് ഇസ് പി മൈനസ് വൺ. ക്യൂ വെറൈറ്റീസ്, സോ ക്യൂ മൈനസ് വൺ. ആൻഡ് എറർ നമ്മൾ ടോട്ടൽ എടുത്തു. ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി ക്യൂ ആണ് ആ ടേബിളിനകത്ത്. സോ ഇഫ് യു ടേക്ക് ദ ഓവറോൾ ടേബിൾ, it will be having basically P treatments and Q varieties. സോ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് പി ക്യൂ ആണ് അതിൻ്റെ ഓവറോൾ മെട്രിക്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, എത്ര കോളംസ് എത്ര സെൽസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്തു കഴിഞ്ഞാൽ വിൽ ജസ്റ്റ് സബ്ട്രാക്ട് 1 ഫ്രം ദാറ്റ്. സോ പി ക്യൂ മൈനസ് 1. സോ പി ക്യൂ മൈനസ് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പി ക്യൂ മൈനസ് 1 നിന്ന് പി മൈനസ് 1 ക്യൂ മൈനസ് 1 കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആസ് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1. ഓക്കെ, സോ ഈ ടേബിൾ നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം, ബിക്കോസ് ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആർ ബി ഡിയിലും സി ആർ ഡിയിലും ഒക്കെ ചെയ്യുന്നത്. സോ മീൻ സം ഓഫ് സ്ക്വയർസ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ എസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി മൈനസ് 1, വെറൈറ്റിയുടെ എസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് 1, എററിൻ്റെ ആകുമ്പോൾ എസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1.
ആൻഡ് ദെൻ വിൽ ടേക്ക് വേരിയൻസ് റേഷ്യോ. സോ ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വേരിയേഷൻ ഉണ്ട്. സോ വിൽ ടേക്ക് ദ എഫ് വാല്യൂ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്, അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ബൈ എറർ വേരിയേഷൻ എടുക്കുന്നു. ആൻഡ് ദെൻ വി ഓൾസോ ലുക്ക് അറ്റ് ദി വേരിയൻസ് ഡ്യൂ ടു വെറൈറ്റി, ദാറ്റ് ഇസ് എഫ് വി. സോ ഈ രണ്ടെണ്ണത്തിൻ്റെ നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടി വരും വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ വാല്യൂസ്. ദെൻ ഓൺലി വി ക്യാൻ കൺക്ലൂഡ്. So if ft is less than the table value for p-1 and p-1 into q-1. So നമ്മൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് എഫിൻ്റെ കമ്പാരിസൺ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ് ഇഫ് വി ആർ കമ്പയറിംഗ് ദ വാല്യൂ ഫ്രം ദ ടേബിൾ, ഇഫ് ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ, ടേബിൾ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ. ആൻഡ് ഇഫ് ടേബിൾ വാല്യൂ ഇസ് ലെസ്സർ, ദെൻ the calculated value is greater means we will be rejecting the null hypothesis. Okay. അങ്ങനെ 2 ഡിഫറെൻറ്റ് നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാവും. സോ വി ഹാവ് ടു അക്സെപ്റ്റ് 1 ഓർ അക്സെപ്റ്റ് 2 ഓർ റിജക്റ്റ് 1 ഓർ റിജക്റ്റ് 2 നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ. സോ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈനിനെ നമുക്ക് വേറൊരു പേരും കൂടെ വിളിക്കാം, സിംഗിൾ ഫാക്ടർ എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ. സോ സിംഗിൾ ഫാക്ടർ എക്സ്പെരിമെൻറ്റിനകത്ത് തന്നെ നമുക്ക് ബ്ലോക്ക്ഡ് ഡിസൈൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻസും ഉണ്ട്. കംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻസും ഇൻകംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻസും. സോ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ കംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻസ്. സോ CRD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ട്രീറ്റ്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് over the whole of a previously determined set of experimental units, the design is known as completely randomized design. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലബോറട്ടറിയിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ്, ഒരു പോളി ഹൗസിനകത്ത് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ്, ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് എല്ലാം CRD എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. സോ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പോട്ടാവാം, അല്ലെങ്കിൽ ഒരു പെട്രി ഡിഷ് ആവാം, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ യൂഷ്വലി ഒരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ റാൻഡംലി അലോട്ട് ദ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംജിസൈഡിൻ്റെ എഫിക്കസി ആവാം, അല്ലെങ്കിൽ സപ്പോസ് ഒരു പെസ്റ്റിസൈഡിൻ്റെ എഫിഷ്യൻസി നോക്കാനായിരിക്കാം. സോ വി ആർ റാൻഡംലി അലോട്ടിങ് ദീസ് ട്രീറ്റ്മെൻറ്റ്സ് ടു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്. ഓക്കെ. റാൻഡമായിട്ട് നമ്മൾ ഫസ്റ്റ് പോട്ടിനകത്ത് കൊണ്ടുവന്ന് പെസ്റ്റിസൈഡ് 1 ഇടുന്നു, അടുത്ത കേസിനകത്ത് നമ്മൾ ഫസ്റ്റ് പോട്ടിനകത്ത് കൊണ്ടുവന്ന് പെസ്റ്റിസൈഡ് 2 ആയിരിക്കും ഇടുന്നത്. അങ്ങനെ നമ്മൾ റാൻഡമായിട്ട് അലോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ്. ഇപ്പം നമുക്ക് പോട്ടാണെങ്കിൽ എല്ലാം പോട്ടായിരിക്കണം, പെട്രി ഡിഷ് ആണെങ്കിൽ എല്ലാം പെട്രി ഡിഷുകളായിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് our CRD. Okay. So in field experiments, there is generally large variation among the experimental plot due to soil heterogeneity. അപ്പോൾ ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സിനകത്ത് നമുക്കറിയാം, സോയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഒരു ഫീൽഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റിയിൽ വ്യത്യാസം കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് വൈ വി വോണ്ട് അപ്ലൈ CRD ടു ഫീൽഡ് ലെവൽ എക്സ്പെരിമെൻറ്റ്സ്. സോ അഗ്രോണമിസ്റ്റുകൾക്കോ ഹോർട്ടിക്കൾച്ചറിസ്റ്റോ അല്ലെങ്കിൽ സോയിൽ സയൻറ്റിസ്റ്റുമാർക്കോ ഈ പറയുന്ന CRD ഒരു അപ്രോപ്രിയേറ്റ് മെഷർ അല്ല. ബട്ട് ആസ് ഫാർ ആസ് പാത്തോളജി, മൈക്രോബയോളജി, അങ്ങനെ ലബോറട്ടറി വർക്ക്സ് ചെയ്യുന്നവർക്ക് CRD ഈസ് ദ ബെസ്റ്റ് മെഷർ. സോ ബിക്കോസ് ഇൻ ലബോറട്ടറി യു ക്യാൻ അറ്റെയിൻ വാട്ട് ഈസ് കോൾഡ് ആസ് ദ ഹോമോജനിറ്റി. അല്ലെങ്കിൽ നിങ്ങൾ പോളിയോസിലാണ് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പോട്ടിനകത്ത് ചെയ്യുന്ന കാരണം ഒരു പരിധിവരെ നിങ്ങൾക്ക് CRD ചെയ്യാൻ പറ്റും. So if you look at the advantages of CRD, it is very simple, and sometimes you can have missing observation, but that does not have much impact on the values. And degrees of freedom, it provides the maximum degrees of freedom for the estimation of experimental error. എന്താണെന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് ലോക്കൽ കൺട്രോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് മേജർ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ കമ്മിങ് ടു ദ ലേ ഔട്ട് ഓഫ് CRD, ലേ ഔട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഈ പ്ലേസ്മെൻറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഓൺ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് അലോങ് വിത്ത് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഈസ് കോൾഡ് ആസ് ലേ ഔട്ട്. അതായത് നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സും ട്രീറ്റ്മെൻറ്റും ആദ്യം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് അലോക്കേഷൻ ഓഫ് ദീസ് ട്രീറ്റ്മെൻറ്റ്സ് ടു എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്, ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിൽ കൊടുക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ സപ്പോസ് നമ്മുടെ കയ്യിൽ ട്രീറ്റ്മെൻറ്റ്സ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, T1, T2, T3 എക്സെട്ര TT, അത്രയും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സിനെയും മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് എസ് റെപ്ലിക്കാസ്. സോ നമ്മൾ 6 റെപ്ലിക്കാസ് എടുക്കുന്നു. ഓക്കെ. സോ നമുക്കിവിടെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R×T, ദാറ്റ് ഈസ് N. ഓക്കെ. R×T ആണ് നമ്മൾ N എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എൻറ്റയർ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലിനെ നമ്മൾ N എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ 1 to N എന്ന് പറയുന്ന ഒരു സർപ്പൻറ്റൈൻ മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. സോ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്തു.
എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിന് നമ്പർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളൊരു n ഡിസ്റ്റിങ്ക്റ്റ് 3 ഡിജിറ്റ് റാൻഡം നമ്പേഴ്സ് ആർ സെലക്റ്റഡ് ആൻഡ് റിട്ടൺ ഇൻ ഓർഡർ ആൻഡ് റാങ്ക്ഡ്. നമ്മൾ റാൻഡമായിട്ട് കുറച്ച് 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിട്ട് നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്യും. ലോവസ്റ്റ് റാൻഡം നമ്പർ ഈസ് ഗിവൺ റാങ്ക് 1 ആൻഡ് ദ ലാർജസ്റ്റ് റാൻഡം നമ്പർ ഈസ് ഗിവൺ റാങ്ക് n. നമ്മൾ ഓരോ പ്ലേറ്റിലും ഓരോ 3 ഡിജിറ്റ് നമ്പേഴ്സ് മാർക്ക് ചെയ്തു. അത് നമ്മുടെ ലോട്ടറി മെത്തേഡ്, നമ്മൾ പണ്ട് പഠിച്ച സാമ്പിളിംഗ് പഠിച്ചിട്ടുള്ള ലോട്ടറി മെത്തേഡ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലോട്ടറി അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നമ്മൾ റാൻഡമായിട്ട് ഓരോ നമ്പേഴ്സ് ഡിസൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ വരുന്ന, ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ വരുന്ന എക്സ്പെരിമെൻ്റൽ യൂണിറ്റിന് നമ്മൾ റാങ്ക് 1 എന്ന് കൊടുത്തു. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ വരുന്നതിന് നമ്മൾ റാങ്ക് n എന്ന് കൊടുത്തു. ഓക്കെ, സോ ദീസ് റാങ്ക്സ് ആർ കറസ്പോണ്ടിങ് ടു ദ യൂണിറ്റ് നമ്പർ. സോ ട്രീറ്റ്മെൻറ്റ് 1 ഈസ് അലോട്ടഡ് ടു ദ ഫസ്റ്റ് സെറ്റ് ഓഫ് 6 യൂണിറ്റ്സ്. നമ്മൾ ആദ്യം ഇപ്പോൾ സപ്പോസ് ഒരു 30 റെപ്ലിക്കാസ് ആണ് നമ്മൾ T1 കൊടുക്കുന്നത്. നെക്സ്റ്റ് 30 വി ആർ ഗിവിങ് T2 ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് 30 വി ആർ ഗിവിങ് T3. അങ്ങനെ നമ്മൾ ഒരു റേഞ്ച് ഫിക്സ് ചെയ്യണം. ഓക്കെ, എത്ര എണ്ണമാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. സോ അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. റാൻഡമായിട്ടാണ് ഈ അലോക്കേഷൻ മൊത്തം നടക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് വി ഹാവ് 3 ട്രീറ്റ്മെൻറ്റ്സ് ഈച്ച് വിത്ത് 4 റെപ്ലിക്കാസ്. ഓക്കെ, സോ 1, 8, 9 എന്ന് പറയുന്ന 3 ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ഹാവ് like 3 treatments T1, T2, T3 and we are having 4 replicas. Okay, R1, R2, R3, R4. ഇതിനെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം. സോ ബേസിക്കലി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 × 4 ദാറ്റ് ഈസ് 12 എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 12 3 ഡിജിറ്റ് റാൻഡം നമ്പേഴ്സ് സെലക്ട് ചെയ്തു. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ റാങ്ക് ചെയ്തു. റാങ്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ റാൻഡമായിട്ട് ഇവിടെ കൊണ്ട് T3 ഇട്ടു, ചുമ്മാ T1 ഇട്ടു, T3 ഇട്ടു, T2 ഇട്ടു. ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിനെ റാൻഡമായിട്ട് കൊണ്ടുവന്ന് അസ്യൂം ചെയ്തു. ആൻഡ് ദാറ്റ് വിൽ ഗിവ് us the final layout. So once we get the layout, we'll go for the ANOVA table. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ലേഔട്ട് ചെയ്യാം. ലേഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മളിതിൻ്റെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. സോ നമ്മൾ അനോവ മോഡൽ എഴുതി. അനോവ മോഡൽ എന്ന് പറഞ്ഞാൽ YIJ is equal to mu plus TI plus EIJ because it's a one way ANOVA. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. H0 is mu1 equal to mu2 equal to mu3 equal to mu4 etc. അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും സെയിം എഫക്റ്റ് ആണ് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് പറയുന്നത് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഓക്കെ, ആ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ റിസൾട്ടുകൾ എല്ലായിടത്തും സെയിം ആയിട്ടാണോ വരുന്നത് അതോ വ്യത്യാസമായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് മെയിൻലി നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. സോ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും വാല്യൂസ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, സോ Y1 1 വെച്ചിട്ട് നമ്മൾ 1 to S, അതുപോലെ 2-നകത്ത് 1 to S, 2 to S, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ട് ഓരോത്തിൻ്റെ ടോട്ടൽ എടുത്ത് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ എടുത്ത് പിന്നെ നമ്മൾ ഓരോ റോസിൻ്റെ ആയിട്ട് മീൻസും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ടേബിൾ എഴുതുന്നു. ഈ ടേബിൾ നിങ്ങൾ എഴുതണം പരീക്ഷയ്ക്ക്. ദെൻ വി ഹാവ് ദ അനോവ ടേബിൾ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അനോവ ടേബിളിനകത്ത് നമുക്ക് ഏതൊക്കെ സോഴ്സസ് ഓഫ് എററാണ്, സം ഓഫ് സ്ക്വയർ എന്തൊക്കെയാണ്, ഡിഫറൻസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തൊക്കെയാണ്, മീൻ സം ഓഫ് സ്ക്വയർസും വേരിയൻസ് റേഷ്യോയും എഴുതണം. ഓക്കെ, സോ ഫൈനലി വിൽ ഗെറ്റ് വേരിയൻസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് വാല്യൂ കിട്ടും, എഫ് കാൽക്കുലേറ്റഡ് കിട്ടും. ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് ദ എഫ് ടേബിൾ വാല്യൂ ആൻഡ് ദെൻ വി ആർ ഡൂയിങ് ദ കമ്പാരിസൺ. പിന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പോലെ സെയിം സാധനം തന്നെയാണ്. സോ വി ഹാവ് അനദർ തിങ് വിച്ച് ഇസ് കോൾഡ് എസ് ക്രിട്ടിക്കൽ ഡിഫറൻസ്. ക്രിട്ടിക്കൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് T ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ വിളിക്കുന്നത് N-T ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനകത്ത് T വാല്യൂ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് MSE എന്ന് പറയുന്നത് മീൻ സം ഓഫ് എറേഴ്സ് ഇൻറ്റു 1/R1 + 1/R2 എന്നാണ് എടുക്കുന്നത്. അതായത് നമുക്കിപ്പം ഇത് സെയിം ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ റെപ്ലിക്കാസൊക്കെ സെയിം ആയിട്ട് നമുക്ക് സപ്പോസ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഹൈപ്പോത്തസിസ് സെയിം ആയിട്ടാണ്, അതായത് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് എടുക്കും. ക്രിട്ടിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് 1ഉം ട്രീറ്റ്മെൻറ്റ് 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും, ട്രീറ്റ്മെൻറ്റ് 2ഉം ട്രീറ്റ്മെൻറ്റ് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും, ട്രീറ്റ്മെൻറ്റ് 3ഉം ട്രീറ്റ്മെൻറ്റ് 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. ഇങ്ങനെ നമ്മൾ ഡിഫറൻസസ് നോക്കും. അത് നോക്കുന്ന ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. സോ ഓരോ കേസിലും നമ്മൾ മീൻ സം ഓഫ് എററും പിന്നെ ഈ പറയുന്ന 1/R1ഉം 1/R2 തമ്മിലുള്ളൊരു കമ്പാരിസൺ ചെയ്യും. ഓക്കെ, സോ അതാണ് ക്രിട്ടിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ബട്ട് നമുക്ക് യൂഷ്വലി പ്രോബ്ലംസ് ആയിട്ട് നമുക്കൊന്നും ചോദിക്കാറില്ല അതർ ദാൻ പ്രാക്ടിക്കൽ. സോ തിയറി എക്സാമിനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫോർമുല ലാസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. ദാറ്റ് ഇസ് T ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് N-T ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റൂട്ട് ഓഫ് MSE ഇൻറ്റു 1/R1 + 1/R2.
സോ ഇതൊരു പ്രോബ്ലമാണ്. സോ പ്രോബ്ലം വി വിൽ ഡു ഇൻ ദി ഡിസ്കഷൻ ക്ലാസ്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് experimental design which is called as RBD. So RBD ഏറെക്കുറെ സെയിം സാധനം തന്നെയാണ്, ബട്ട് ദ മെയിൻ ഡിഫറൻസ് ഈസ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഇവിടെ ഹോമോജീനസ് അല്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ അപ്ലൈങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ കൺട്രോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു, ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കി, ഹോമോജീനിയസ് സബ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് എസ് ബ്ലോക്സ്. അതായത് ഹെറ്ററോജീനസ് ആയിട്ടുള്ളൊരു ഫീൽഡിനെ നമ്മൾ ഹോമോജീനസ് ആയിട്ടുള്ള ഫീൽഡുകളാക്കി സബ് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് എസ് ബ്ലോക്സ്. സോ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്സും വരുന്നുണ്ട്. ഓക്കെ, സോ നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഇൻ ഈച്ച് ബ്ലോക്ക് ഷുഡ് ബി സെയിം ആസ് ദ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, എങ്ങനെ വരുന്നത് നമുക്ക് പറയാം. സിൻസ് ഈച്ച് ബ്ലോക്ക് വിൽ കൺസിസ്റ്റ് ഓഫ് ദ എൻറ്റയർ സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ബ്ലോക്ക് ഈസ് ഇക്വലൻ ടു റെപ്ലിക്കേഷൻ. അപ്പോൾ CRDക്കകത്ത് നമ്മുടെ റെപ്ലിക്കേഷൻ R1 R2 R3 എടുത്ത പോലെ ഇവിടെ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റിനെയും ഓരോ ബ്ലോക്കുകളിലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ലോ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടെങ്കിൽ ആ ലോ ഫെർട്ടിലിറ്റി തന്നെ നമ്മൾ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ബ്ലോക്കിനും കൊണ്ട് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് അസൈൻ ചെയ്യുന്നു. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷൻ കൂട്ടും, മോർ എഫിഷ്യൻറ്റ് ആൻഡ് CRD ആണ്. എനി നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് ക്യാൻ ബി യൂസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഈസി ആൻഡ് സിമ്പിൾ. ആൻഡ് നമുക്ക് ചിലപ്പോൾ ഒരു മിസ്സിംഗ് ഡേറ്റ വരും. സോ മിസ്സിംഗ് ഡേറ്റ വരുവാണെങ്കിൽ നമുക്ക് മിസ്സിംഗ് പ്ലോട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് സൈസ് കൂടും. സോ ബ്ലോക്ക് സൈസ് കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു ഹോമോജിനിറ്റി അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ലേ ഔട്ട് ഓഫ് RBD. RBDയുടെ ലേ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലിനെ മൊത്തം നമ്മൾ ഹോമോജീനിയസ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ സപ്പോസ് ഇഫ് യു ഹാവ് T ട്രീറ്റ്മെൻറ്റ്സ്, നമ്മൾ ഓരോ ബ്ലോക്കിനെയും T യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹോമോജീനിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്കുകളെ 1 to T വരെ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ ദ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഓൾസോ മാർക്ക്ഡ് അക്കോർഡിംഗ്ലി. ക്യാപിറ്റൽ T1, ക്യാപിറ്റൽ T2 അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ വി ആർ മേക്കിംഗ് n distinct random numbers are selected and written in the order and rank, നേരത്തെ ചെയ്ത പോലെ തന്നെ. And then the lowest random number is given rank 1 and the largest random number is given rank n. എന്നിട്ട് നമ്മൾ റാൻഡമൈസേഷൻ ചെയ്യുന്നു. സോ ബേസിക്കലി ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ സീക്വൻസ് ട്രീറ്റ്മെൻറ്റ്സിന് സെറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ റാൻഡം നമ്പേഴ്സ് അസൈൻ ചെയ്ത് റാങ്ക് അസൈൻ ചെയ്തു. ആൻഡ് ദെൻ വി ആർ ഡൂയിങ് ദ അനാലിസിസ് പാർട്ട്. സോ അനാലിസിസ് പാർട്ടിനകത്ത് ഇവിടെ നമുക്ക് 2-way അനോവയാണ് വരുന്നത്. ബിക്കോസ് ബ്ലോക്സിലും വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സിലും വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. സോ ബേസിക്കലി വി ക്യാൻ സേ Yij ഈസ് ഈക്വൽ ടു mu plus alpha plus beta plus epsilon. So alpha basically means the effect due to treatment and beta is the effect due to block and error ആണ് എപ്സിലൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് 2 null hypothesis, that is alpha 1 equal to alpha 2 equal to alpha 3 equal to etc equal to alpha n and beta 1 is equal to beta 2 is equal to etc equal to beta r. രണ്ടിലും നമ്മൾ എറേഴ്സ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദ കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ ഇസ് G² ഡിവൈഡഡ് ബൈ n അല്ലെങ്കിൽ G² ഡിവൈഡഡ് ബൈ R ഇൻറ്റു T. സോ R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് T എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോക്സ് ആൻഡ് T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. സോ G² എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ, മൊത്തത്തിൽ നമ്മൾ ടോട്ടൽ എടുക്കുന്നു. ആൻഡ് ദെൻ വി ഹാവ് ദ ടോട്ടൽ സം ഓഫ് സ്ക്വയർസ്. ടോട്ടൽ സം ഓഫ് സ്ക്വയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സിഗ്മ. ഇറ്റ്സ് ആക്ച്വലി ദർ ഇസ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ സമ്മേഷൻ സിഗ്മ. ഓക്കെ, അതായത് നമ്മൾ എല്ലാ ടേംസും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എറർ നമ്മൾ ഒരു ടേബിളായിട്ട് വെക്കുമല്ലോ. ഈ ടേബിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടേബിളിൻ്റെ, അതായത് സപ്പോസ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ടേമിൻ്റെയും സ്ക്വയർ നമ്മൾ എടുക്കും. ഓക്കെ, ഈ എല്ലാ ടേമിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദിസ് സിഗ്മ സ്ക്വയർ. ഇത് ആക്ച്വലി ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ദിസ് ഈസ് ആക്ച്വലി ദിസ് സിഗ്മ. ഓക്കെ, സിഗ്മ y² മൈനസ് കറക്ഷൻ ഫാക്ടർ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് TSS കിട്ടി, ടോട്ടൽ സം ഓഫ് സ്ക്വയർസ്. അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർസ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർസ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതുപോലെ സ്ക്വയർ എടുത്തു. അതായത് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് മീൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. സപ്പോസ് നമുക്കിവിടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, സോ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ. അതിൽ നിന്ന് നമ്മൾ കറക്ഷൻ ഫാക്ടർ കുറയ്ക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് ടേം. ആൻഡ് ദെൻ വി ഹാവ് ദ റെപ്ലിക്ക സം ഓഫ് സ്ക്വയർ.
replica sum of square എടുക്കണമെങ്കിൽ, so this is the replica, right? So this is നമ്മൾ ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ദിസ് ഇസ് ട്രീറ്റ്മെൻറ്റ് 1 2 3 4 5, ഇതിൻ്റെ ഓരോത്തിൻ്റെയും സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് ദി റെപ്ലിക്ക സം ഓഫ് സ്ക്വയർ. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ നമ്മളെടുത്തു, റെപ്ലിക്ക സം ഓഫ് സ്ക്വയർ. അപ്പോൾ റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ളതിൻ്റെ ടോട്ടലുകളുടെ സ്ക്വയർ, ആൻഡ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെയുള്ളതിൻ്റെ ടോട്ടലുകളുടെ സ്ക്വയർ. ആൻഡ് അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്ഷൻ ഫാക്ടർ സബ്ട്രാക്ട് ചെയ്യണം. ആൻഡ് ദെൻ വി ഹാവ് ദ എറർ സം ഓഫ് സ്ക്വയർസ്. എറർ സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ മൈനസ് റെപ്ലിക്കേഷൻ സം ഓഫ് സ്ക്വയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എറർ സം ഓഫ് സ്ക്വയർ കിട്ടും. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ അനോവ ടേബിൾ ഉണ്ടാക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിങ്ങൾക്കറിയാം. സോ മീൻ സം ഓഫ് സ്ക്വയർസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ വിൽ ഫൈൻഡ് ദ വേരിയൻസ് റേഷ്യോ ഫോർ ബോത്ത് ദി ട്രീറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ റെപ്ലിക്കേഷൻ. ആൻഡ് ഫൈനലി വിൽ ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡിഫറൻസ്. ഓക്കെ, സോ അതായത് ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ട്രീറ്റ്മെൻറ്റ് എഫക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ആർ ഡൂയിങ് ദി RBD. ഫൈനലി മൂവിങ് ഓൺ ടു LSD, വിച്ച് ഇസ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. സോ ലാറ്റിൻ സ്ക്വയർ ഡിസൈനിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ കൺട്രോൾ RBDക്കകത്ത് നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എ CRD. പക്ഷേ ചിലപ്പോൾ നമുക്ക് രണ്ട് സോഴ്സസ് ഓഫ് വേരിയേഷനൊക്കെ സംഭവിക്കാം. ഓക്കെ, അതായത് ഫെർട്ടിലിറ്റി ഗ്രേഡിയൻ്റ് ചിലപ്പം രണ്ട് ഡയറക്ഷനിലൊക്കെ മൂവ് ചെയ്യാം, നോർത്ത് സൗത്തും ഈസ്റ്റ് വെസ്റ്റും ഒക്കെ മൂവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ ബ്ലോക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എഫക്റ്റീവ് ആവാതെ വരാം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ പറയുന്ന 2 ഡയറക്ഷണൽ ബ്ലോക്കിംഗ്, അതായത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും നമ്മൾ ഫീൽഡിനെ ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് LSD. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റൽ എറർ നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. സോ LSD ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് RBD. ഓക്കെ, സോ വെൻ ആൻ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം CRDക്കകത്ത് നമുക്ക് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സിനെ നമ്മൾ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ബ്ലോക്ക് മാറ്റിയിട്ട് റോസും കോളംസും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഓരോ ട്രീറ്റ്മെൻറ്റും ഒരു റോയിൽ ഒറ്റ തവണയെ വരത്തുള്ളൂ, ഒരു കോളത്തിൽ ഒറ്റ തവണയെ വരത്തുള്ളൂ. അതായത് നമ്മുടെ സുഡോക്കു കളിക്കുന്ന സെയിം കൺസെപ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഡിസൈൻ ഈസ് കോൾഡ് ആസ് LSD. സോ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇതാണ്, നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഇൻ എൻ LSD ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ എണ്ണം വെച്ചിട്ടാണ്. ഇപ്പോൾ 10 ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 10 റോ ഉണ്ടായിരിക്കും, 10 കോളംസ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ സ്ക്വയർ. സുഡോക്കുവിനെ മനസ്സിലാലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് ബേസിക്കലി യുവർ LSD ഡിസൈൻ. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഗ്രൂപ്പിംഗ് ആണ്. സോ എക്സ്പെരിമെൻ്റൽ എറർ ഇസ് സ്മോളർ, ആൻഡ് ഹിയർ ഓൾസോ ദർ ഇസ് മിസ്സിംഗ് പ്ലോട്ട്സ് വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് എ മിസ്സിംഗ് പ്ലോട്ട് ടെക്നിക്. പക്ഷേ ഒരു ഫ്ലെക്സിബിൾ അല്ല. ഹിയർ ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ്. ആൻഡ് ഇവിടുത്തെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഫോർ എ 2x2 ലാറ്റിൻ സ്ക്വയർ. ഓക്കെ, 2x2 ഈ പ്രശ്നം മൊത്തം വരുന്നത്. ഇഫ് യു ഹാവ് എ 2x2 ലാറ്റിൻ സ്ക്വയർ, എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക, LSD ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ആസ് RBD. ഇൻ LSD നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ നമ്മുടെ സൈസ് കൂടിക്കഴിഞ്ഞാൽ എററും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മുടെ റോസ് കോളംസിൻ്റെയൊക്കെ സൈസ് കൂടിക്കഴിഞ്ഞാൽ എററിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ LSD ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ മോർ ദാൻ 12 ട്രീറ്റ്മെൻറ്റ്സ്. അല്ലാതെ ചെറിയ ട്രീറ്റ്മെൻറ്റ്സൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. LSD എപ്പോഴും നമുക്ക് 12 ട്രീറ്റ്മെൻറ്റ്സ് എങ്കിലും മിനിമം വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 2x2 ലാറ്റിൻ സ്ക്വയർ ആണെങ്കിൽ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. സോ 2x2 ലാറ്റിൻ സ്ക്വയർസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 3x3 4x4 ലാറ്റിൻ സ്ക്വയർസ് ആണെങ്കിൽ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് 2 and 6 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഫ്യൂ എറേഴ്സ് ഓഫ് ഫ്രീഡം ഫോർ എറർ ആൻഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് എറർ വേരിയൻസ് വിൽ നോട്ട് ബി പ്രിസൈസ്. ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ ടു യൂസ് 3x3 and 4x4. സോ എറർ കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ 2x2 3x3 4x4നകത്തൊക്കെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 2 6 0 ഒക്കെയാണ് വരുന്നത്. സോ വി നീഡ് അറ്റ്ലീസ്റ്റ് 5 ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, ബട്ട് പ്രിഫറബിളി ഇഫ് യു ഹാവ് 12 ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ LSDക്ക് പോകുന്നത്. പക്ഷേ മിനിമം എത്ര ട്രീറ്റ്മെൻറ്റ്സ് വേണം LSDക്ക് എന്നൊരു സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുണ്ട്. മിനിമം ദെയർ മസ്റ്റ് ബി 5 ട്രീറ്റ്മെൻറ്റ്സ്. സോ വി ഹാവ് 3 ഡിഫറെൻറ്റ് സ്ക്വയേഴ്സ് ഹിയർ. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ABCDE എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് 3 ഡിഫറെൻറ്റ് ലാറ്റിൻ സ്ക്വയർ. ഫസ്റ്റ് വി വിൽ സ്റ്റഡി ദാറ്റ് ആൻഡ് ദെൻ വി വിൽ കം ബാക്ക് ടു ദിസ്. So these squares are called as standard squares. Standard squares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
The square in which the first row and the first column are ordered alphabetically. Okay, ഇവിടെ നമ്മൾ എ ബി സി ഡി ഇ എന്നാണ് കൊടുത്തേക്കുന്നത്. And the first column is also labeled properly in each of these squares. So they are called as standard squares. Then two standard squares are said to be conjugate squares when the rows on one square are columns on the other square. Okay, അതായത് ഇവിടുത്തെ റോസ് തന്നെയാണ് ഇവിടുത്തെ കോളംസ് ആയിട്ട് വന്നേക്കുന്നത്. സോ ഇവിടെ ബി എ ഇ സി ഡി ആണ് സെക്കൻഡ് റോ ആയിട്ട് വന്നേക്കുന്നത്, ഇവിടെ ബി എ ഇ സി ഡി ആണ് സെക്കൻഡ് കോളമായിട്ട് വന്നേക്കുന്നത്. So this matrix and this matrix is basically called as conjugate matrix or conjugate squares. Then if you look at the third one, self-conjugate. Self-conjugate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the arrangement remains same when the rows and columns are interchanged. അതായത് എ ബി സി ഡി ഇ എ ബി സി ഡി ഇ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ബി സി ഡി ഇ എ ആണ്. ഇവിടെ നമ്മൾ കോളം നോക്കിക്കഴിഞ്ഞാലും ബി സി ഡി ഇ ആണ്. സോ ഇതൊരു സെൽഫ് കോൺജുഗേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്വയർ കൂടിയാണ്. സോ ഈ ഒരു 3 ടേംസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് സ്ക്വയർ എന്താണ്, കോൺജുഗേറ്റ് സ്ക്വയർ എന്താണ്, സെൽഫ് കോൺജുഗേറ്റ് സ്ക്വയർ എന്താണ്. നൗ കമ്മിങ് ടു ദ ലേ ഔട്ട് ഓഫ് എൽ എസ് ഡി. എൽ എസ് ഡി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ റോസും കോളംസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ടി ട്രീറ്റ്മെൻറ്റ്സ് ദെൻ ദർ വിൽ ബി ടി റോസ് ആൻഡ് ദർ വിൽ ബി ടി കോളംസ്. സോ അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാറ്റിൻ സ്ക്വയർ വിൽ ബി എ ടി ഇൻറ്റു ടി സ്റ്റാൻഡേർഡ് സ്ക്വയർ. സോ ഈ സ്റ്റാൻഡേർഡ് സ്ക്വയർ നമ്മൾ ഫിഷർ ആൻഡ് യേറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. വി ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ് ടേബിൾ, ബട്ട് വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ റാൻഡമൈസേഷൻ. നമ്മൾ ആദ്യം ഒരു റോ റാൻഡമൈസേഷൻ എടുക്കും. റോ റാൻഡമൈസേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 5 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുക്കുന്നു. എന്നിട്ട് അതിന് റാങ്ക് നമ്പറും എടുക്കുന്നു, എക്സിസ്റ്റിംഗ് റോ നമ്പർ, ആൻഡ് സീക്വൻസ് ഇസ് ദ റോ നമ്പർ ഓഫ് ദ ന്യൂ പ്ലാൻ. സോ നമ്മൾ സീക്വൻസ് കൊടുക്കുന്നു ആൻഡ് ദെൻ വി ആർ മാർക്കിംഗ് ദ റാങ്ക്. എന്നിട്ട് നമ്മൾ കോളത്തിന് ഇതുപോലെ റാൻഡമൈസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ഫോർ ദ അനാലിസിസ് പാർട്ട്. സോ നമ്മൾ ഫിഷർ ആൻഡ് യേറ്റ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന റാൻഡമൈസേഷൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദെൻ വി ആർ കമ്മിങ് ടു ദ അനാലിസിസ് പാർട്ട്. സോ ഇവിടെ നമുക്ക് മ്യൂവിൻ്റെ കൂടെ നമുക്ക് കോളത്തിൻ്റെ എഫക്റ്റ് വരും, റോയുടെ എഫക്റ്റ് വരും, ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് വരും, എററിൻ്റെ എഫക്റ്റ് വരും. സോ ദാറ്റ് ഈസ് വൈ y ഈസ് ഈക്വൽ ടു മ്യൂ പ്ലസ് ആർ പ്ലസ് സി പ്ലസ് ടി പ്ലസ് എപ്സിലൺ. ആൻഡ് ദെൻ we have the total sum of square, we have the row sum of square, we have the column sum of square, we have the treatment sum of square and the error sum of square. And then that is put into the ANOVA table. അതിനുശേഷം നമ്മൾ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു ആൻഡ് ദെൻ വി ആർ ഗെറ്റിംഗ് ദ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, സോ പ്രോബ്ലംസ് നമുക്ക് ഒരു ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഹൗ ടു കാൽക്കുലേറ്റ് ദീസ് തിങ്സ്. But the major thing is you need to know how to write the ANOVA table for LSD, how to write it for RBD, how to write it for CRD, and also for one-way, two-way ANOVAs. Okay. So coming to the transformation of data. This is the last 36th lecture. So transformation of data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അനാലിസിസ് ഓഫ് വേരിയൻസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വാലിഡ് ആവണമെങ്കിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ഇറ്റ് മസ്റ്റ് ബി അഡിക്റ്റീവ്. അതായത് ട്രീറ്റ്മെൻറ്റ് എഫക്ട്സും ബ്ലോക്ക് എഫക്ട്സും അഡിക്റ്റീവ് ആയിരിക്കണം, അത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ ദാറ്റ് മീൻസ് ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം യൂണിറ്റ്സ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എറേഴ്സ്. എക്സ്പെരിമെൻ്റൽ എറേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഡിപെൻഡൻറ്റ് ഓൺ ദ വാല്യൂസ്. Then homogeneity of variance must have some homogeneity and normal distribution follow ചെയ്യണം. പക്ഷേ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഈ പറയുന്ന അസംഷൻസ് ഒന്നും ഫോളോ ചെയ്തില്ല എന്ന് വരും. സോ യൂഷ്വലി നമ്മൾ റിസർച്ചുകളിൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്, ഒരു വേരിയബിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ കിട്ടാതെ വരും. ഓക്കെ, നമ്മളിപ്പോൾ പറയും എല്ലാ ഡേറ്റയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും കിട്ടണം എന്നില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ, സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷൻ ഓർ ആർക്ക് സൈൻ ട്രാൻസ്ഫോർമേഷൻ. സോ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സിന് പകരം ലോഗ് എക്സ് എന്ന് എടുക്കും. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദ വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ. അതായത് ഇഫ് വി സിഗ്മ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്, അല്ലെങ്കിൽ സിഗ്മ ബൈ മീൻ, സിഗ്മ ബൈ എക്സ് ബാർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് കേസുകൾ വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നത്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ട്രങ്ക് എർത്ത്, ലെങ്ത് ഓഫ് എക്സ്റ്റൻഷൻ ഗ്രോത്ത്, വെയ്റ്റ് ഓഫ് ട്രീ, നമ്പർ ഓഫ് എക്മാക്സ് പെർ പ്ലാന്റ്, ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ദ സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷൻ. സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷനകത്ത് ഇവിടെ നമ്മൾ വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മീൻ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മീൻ.
സോ വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മീൻ ആകുമ്പോൾ നേരത്തെ എന്തായിരുന്നു വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ആയിരുന്നു. ഇവിടെ നമ്മൾ വേരിയൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മീൻ വരുമ്പോൾ സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷൻ എടുക്കും. ദാറ്റ് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് വി വിൽ ടേക്ക് ഇറ്റ് ആസ് റൂട്ട് എക്സ്. സോ അവിടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ വി ഹാവ് ആർക്ക് സൈൻ കോൺഫർമേഷൻ. ആർക്ക് സൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി അപ്രോപ്രിയേറ്റ് ഫോർ ദ ഡേറ്റ ഓൺ പ്രപ്പോർഷൻസ്. നമ്മൾ യൂഷ്വലി പ്രപ്പോർഷൻസിലോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിലോ പെർസെൻറ്റേജിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഡേറ്റാസ് ഡീൽ ചെയ്യുന്നതെങ്കിൽ വി ആർ യൂഷ്വലി യൂസിങ് ആർക്ക് സൈൻ ട്രാൻസ്ഫോർമേഷൻ വെയർ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ദ പെർസെൻറ്റേജ്. നമ്മൾ സാധാ നമ്പറായിട്ട് എടുക്കാതെ നമ്മൾ പെർസെൻറ്റേജ് ആക്കിയിട്ട് ഡേറ്റ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെയും കുറേ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ലൈക്ക് ബോക്സ് കോക്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. ബട്ട് വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ദീസ് 3 ട്രാൻസ്ഫോർമേഷൻസ്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡേറ്റ അനാലിറ്റിക്സിലായിരുന്നു. Basics of data analytics, what is frequency table, how we can draw the graphs, what is the different types of variable, how we can construct a variable. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ അനാലിസിസിലോട്ട് പോയി. ഫസ്റ്റ് വൺ വാസ് ദ യൂണിവേരിയേറ്റ് അനാലിസിസ്, അതായത് ഒരു വേരിയബിൾ അടങ്ങിയിട്ടുള്ള ഡേറ്റാസിൻ്റെ അനാലിസിസ്. അതിലാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, വിച്ച് മീൻസ് ദ എൻറ്റയർ ഡേറ്റ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു എ സെൻട്രൽ വാല്യൂ. അതിനുശേഷം നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലോട്ട് പോയി. ദാറ്റ് മീൻസ് ആ സെൻട്രൽ വാല്യൂവിന് എത്രത്തോളം നമ്മുടെ ഡേറ്റ വേരി ചെയ്യുന്നുണ്ടെന്ന് നോക്കി. Then we studied the relationship between the two variables, that is correlation, and what is the extent or what is the cause effect relationship between the variables, that is regression analysis. പിന്നെ നമ്മൾ ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയിലോട്ട് പോയി. ദാറ്റ് മീൻസ് ദ ചാൻസ് ഓഫ് occurrence of an event. We studied the various theories of probability like additive theory, multiplication theory. Then we went on to the probability distributions. അതിൽ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം നോർമലിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസിൽ വരുന്നതാണ്. ആൻഡ് ദി അതർ വൺസ്, ദാറ്റ് ഈസ് ദി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദേ ആർ കമ്മിങ് അണ്ടർ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം നമ്മൾ സാമ്പിളിങ് കണ്ടു. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ് ആസ് വെൽ ആസ് വാട്ട് ആർ ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സാമ്പിളിങ്. Then we went on to the hypothesis testing. Hypothesis testing in എന്തൊക്കെ ടേംസ് ഉണ്ട്, what is the confidence interval, what is the level of significance, what is the null hypothesis, what is the alternate hypothesis, what is the table value, ഇതൊക്കെ നമ്മൾ കണ്ടു. Then we went on to the different tests of validation. First we started with the Z test, then the T test, then chi-square test, F test. F ടെസ്റ്റിൻ്റെ ഒരു അസംഷൻ ആയിട്ടാണ് നമ്മൾ പിന്നെ അനോവ കണ്ടത്. അനോവ ഈസ് ഫോർ അനാലിസിസ് ഓഫ് വേരിയൻസസ്. ആൻഡ് ഫൈനലി വി വെൻറ്റ് ഓൺ ടു RBD, CRD ആൻഡ് LSD ആൻഡ് ഹൗ വി ക്യാൻ ട്രാൻസ്ഫോം ദ ഡേറ്റ ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഡീകോഡഡ്. സോ ഇതായിരുന്നു നമ്മുടെ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ്.